ആം ആദ്മി പാർട്ടിയെ പിളർത്താൻ അമിത്ഷായും ഭഗവത് മന്നും തമ്മിൽ ധാരണ എന്ന ആരോപണവുമായി പഞ്ചാബ് മുൻ ഉപമുഖ്യമന്ത്രി സുഖ്ബീർ സിംഗ് ബാദൽ രംഗത്ത് വന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി പിളർത്തുമെന്നാണ് ആരോപണം. കെജ്രിവാളിനെ പോലെ അറസ്റ്റിലാകുമെന്ന് ഭയന്നാണ് ഭഗവത് മൻ അമിത്ഷായുമായി ധാരണയിൽ എത്തിയതെന്നാണ് സുഖ്ബീർ സിംഗ് ബാദൽ ആരോപിച്ചത്. ബൽറാം നെടുങ്ങാടി ചേരുന്നു. ബൽറാം, എനിക്കൊന്ന് ഈ ആം ആദ്മി പാർട്ടിയും ബി ജെ പിയും തമ്മിലുള്ള ഉടക്ക് കുറച്ചുകൂടി നേരിട്ടാകുമ്പോൾ മറ്റുള്ളവരും അതിൽ കക്ഷി ചേരുകയാണോ? എൻ പഞ്ചാബിൽ ഇത്തവണ ചതുഷ്കോണ പോരാട്ടം നടക്കുകയാണ്. യഥാർത്ഥത്തിൽ NDA, കോൺഗ്രസ്, കൂടാതെ ആം ആദ്മി പാർട്ടി, ഒപ്പം തന്നെയാണ് മറ്റ് ശിരോമണി അകാലിദളും BSPയും ചേർന്നുള്ള സഖ്യം എന്നിങ്ങനെ ചതുഷ്കോണ മത്സരം നടക്കുന്ന ഘട്ടത്തിലാണ് ആം ആദ്മിയെയും BJPയെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്ന ആരോപണവുമായി ശിരോമണി അകാലിദളിൻ്റെ അധ്യക്ഷനും പഞ്ചാബിൻ്റെ മുൻ ഉപമുഖ്യമന്ത്രിയുമായ സുഖ്ബീർ സിംഗ് ബാദൽ രംഗത്തെത്തിയിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷായും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മന്നും തമ്മിൽ ഒരു രഹസ്യധാരണ എത്തിയിട്ടുണ്ട് എന്നും ഈ ധാരണയുടെ അടിസ്ഥാനത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ ആം ആദ്മി പാർട്ടി പിളരുമെന്നും ഭഗവത് മന്നിന്റെ നേതൃത്വത്തിൽ ഈ ആം ആദ്മി പാർട്ടിയെ പഞ്ചാബ് യൂണിറ്റിനെ പാർട്ടിയിൽ നിന്നും പിളർത്തും എന്നുമാണ് അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത്. ഇത് മഹാരാഷ്ട്രയിൽ ഏക്നാഥ് ഷിൻഡെ എങ്ങനെയാണോ ശിവസേനയെ പിളർത്തി സ്വന്തമായി പാർട്ടി രൂപീകരിച്ച് തൻ്റെ പാർട്ടിയാക്കി മാറ്റിയത്, അതുപോലെ ആം ആദ്മി പാർട്ടിയെ ഇദ്ദേഹം പിളർത്തും ഭഗവത് മൻ എന്നാണ് ആരോപണം. കഴിഞ്ഞ ദിവസം സാംഗ്രൂറിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെയാണ് ഈ ഗുരുതര ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. പഞ്ചാബിലും ഡൽഹിക്ക് സമാനമായി മദ്യനയത്തിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്നും ഇതിലൂടെ തൻ്റെ മുകളിൽ പിടി വീഴാതിരിക്കാൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ പോലെ ജയിലിലാകാതിരിക്കാനാണ് ഇത്തരത്തിൽ ഒരു രഹസ്യധാരണയിൽ എത്തിയത് എന്നുമാണ് സുഖ്ബീർ സിംഗ് ബാദൽ ആരോപിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി.